കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അങ്ങനെയാണ്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെന്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനു മുമ്പൊക്കെ BJP കേന്ദ്ര ഗവൺമെന്റിലുള്ളപ്പോൾ UDF ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ. അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർത്ഥ്യം ഇവരും കാണിക്കുന്നില്ല. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാലോ, ഒരു ഗവൺമെന്റ് നാട്ടിലെ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത്. ഗവൺമെന്റ് കേരളത്തിന്റെ അവകാശം വാങ്ങിയെടുക്കാനായിരിക്കുന്നത്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിലില്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിൻ്റെ കാരണം. വയനാട്ടിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ്. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും പിന്നെ ചില്ലിക്കാശില്ല. ഇപ്പോൾ വീണ്ടും അവഗണനയാണ്. രണ്ട് ഗവൺമെന്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. പല കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും മാച്ചിങ് ഗ്രാന്റ് കേരളം വെക്കേണ്ടതാണ്. അത് ഇവരോട്ട് വെക്കൂല. ഇപ്പോൾ BJPയുടെ ഇടയ്ക്ക് കണ്ട അഭിപ്രായ പ്രകടനം കണ്ടില്ലേ, അതിൽ പറയിപ്പിക്കുകയും ചെയ്യും. മര്യാദക്ക് ഒന്നോട്ട് ഇംപ്ലിമെന്റും ചെയ്യൂല, ഉള്ളത് പോയി ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിയെടുക്കൂല. ഫലത്തിൽ കേരളം എന്ന സംസ്ഥാനം അനുഭവിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തെ നിരന്തരം അവഗണിക്കുകയാണ്. കേരളത്തിലെ MP എപ്പോഴും ബഹളം ഉണ്ടാക്കേണ്ട സ്ഥിതിയാണ് പാർലമെന്റിൽ. കേരളം സമരം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇതിന് രാഷ്ട്രീയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വേണം. UDFന് അത് ഉണ്ടാക്കാൻ കഴിയും. പണ്ട് ആന്റണി ഗവൺമെന്റ് കാലത്തും അങ്ങനെ പല സമയത്തും ഇത്തരം സിറ്റുവേഷൻ BJPയോടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കാൻ കഴിയാത്ത ഇവരെ പരാജയമാണ് കേന്ദ്രത്തിന്റെ BJP ഗവൺമെന്റിന്റെ ഒരു സംസ്ഥാനത്തോടുള്ള അവഗണന. ജനാധിപത്യ ക്രമത്തിൽ ഈ ഫെഡറലിസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. കാരണം നമ്മളെ സിസ്റ്റത്തിനെ തന്നെ അവർ വെല്ലുവിളിക്കുകയാണ്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസമായിരുന്നു BJP നേതാവും മെട്രോമാനൊക്കെ ആയിട്ടുള്ള ഈ ശ്രീധരൻ ഒരു അതിവേഗ പാതയെ സംബന്ധിച്ച് ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് പറഞ്ഞു അത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്കിലും എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുകയായിരുന്നു കേരളത്തിന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ഇവിടെ ഇല്ല, മറിച്ച് മറ്റിടങ്ങളിലൊക്കെ കൊടുത്തു. ഒപ്പം തന്നെ ഈ ജലപാത ഒട്ടും തന്നെ ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് പോലും ഈ ജലപാത പദ്ധതിയൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട്. അത്തരം ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ജലപാത അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അർഹതയുള്ള സ്റ്റേറ്റാണ് കേരളം. അതുപോലെ തന്നെ ഉൾനാടൻ ജലാശയങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ അർഹതയും കേരളത്തിനുണ്ട്. ഈ അതിവേഗ റെയിലിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റിനും ഒരു ധാരണ ഇല്ല, ഈ പറയുന്ന എക്സ്പെർട്സിനും ഇല്ല എന്ന് വേണം ഇപ്പം കരുതാൻ. ആരും സീരിയസ് അല്ല. അവർ ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞ ഘട്ടമുണ്ട്, ഇപ്പോൾ രണ്ടായി അഭിപ്രായം പറയുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഇത് UDF ഗവൺമെന്റ് ഉണ്ടായപ്പോൾ ഇതിനായി ഓഫീസ് തുറന്ന് പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിന്റെ പ്രാരംഭഘട്ടം കണ്ട ആളുകളാണ് ഞങ്ങൾ. അന്ന് വ്യവസായ വകുപ്പിന്റെ കീഴിലായിരുന്നു അതിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കാര്യത്തിലൊക്കെ ഒരു പ്രായോഗികമായ തീരുമാനം ഉണ്ടാക്കും. ഇപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ വന്നാണ്ടാക്കും എന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതായി തോന്നണ്ട. കാരണം വെച്ചാൽ 5 കൊല്ലത്തിനുള്ളിൽ മെട്രോ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ 10 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ടും ഒക്കെ ഞങ്ങൾ പൂർത്തിയാക്കി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫോ പാർക്ക് അതിന് ഉദാഹരണമാണ്. ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ UDF ഗവൺമെന്റുകൾക്ക് പണ്ട് കഴിഞ്ഞു. അത് ഇവർക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ലാഗ്, എല്ലാ കാര്യത്തിലും ലാഗിങ്, മെല്ലെ പോക്കാണ്. ഇല്ല, എയിംസിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടായത്. പ്രഖ്യാപനം ഉണ്ടായില്ല. അവർ ഒരു സ്ഥലം കൊടുക്കേറ്റാന്ന് പറയും, ഇവർ പറയും സ്ഥലമൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവർ തരായിട്ടാന്ന് പറയും. ഇത് കേൾക്കാൻ തുടങ്ങി ആളുകൾക്കും മടുത്തു. അതാണ്. ഇനി ഒരു പുതിയ പരീക്ഷണത്തിലൂടെ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ UDF അധികാരത്തിൽ.
ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ സഭയിൽ എംപിമാരല്ലല്ലോ നമ്മളെ എംപിമാരൊക്കെ അവിടെ ഫണ്ടുമായിട്ട് ഏറ്റവും എംപിമാരുടെ മുമ്പ് അവിടെ മന്ത്രി തന്നെ ഇല്ലേ? ഈ ഗവൺമെന്റിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള BJP മന്ത്രി തന്നെ ഇല്ലേ? സഭയിൽ ഇടപെടുക ബഹളം ഉണ്ടാക്കാം. അതവര് നന്നായി ചെയ്യുന്നുണ്ട്. മറ്റേ നടക്കണേ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. ഞങ്ങൾ ആലോചിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ തുടങ്ങുന്നുണ്ടല്ലോ, അതിനകത്ത് തീർച്ചയായും ഇതൊരു പ്രധാന വിഷയമായിരിക്കും. കാരണം കേന്ദ്രത്തിന്റെ അവഗണനയും കേരളത്തിന്റെ അവഗണനയും ജനങ്ങളൊരു വഴിക്കായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അത് ജാഥയിലെ പ്രധാന പ്രശ്നം തന്നെ ആയിരിക്കും, വിഷയം തന്നെ ആയിരിക്കും. ക്യാമ്പയിൻ ഞങ്ങൾ നടത്തും. 5-6 മാസത്തിന് ശേഷം UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാന ബജറ്റിലും അതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റിലും കാര്യമായി ഒന്നും പ്രവാസികൾക്കില്ല എന്നുള്ള ഒരു വിമർശനം ഏതായാലും ഉയരുന്നുണ്ട്. അല്ല, അത് തന്നെ പറഞ്ഞു. ഏതിലാ ഉള്ളത്? പറഞ്ഞ പോലെ ആമമുട്ട അല്ലേ ഉള്ളൂ. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാൾ ആരമുട്ട, ഒരാൾ ആമമുട്ട. മര്യാദക്ക് പോകുന്നുണ്ട്. വൈകാതെ തീരും. ചർച്ച കഴിയുമ്പോഴല്ലേ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.